ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചെക്കൗട്ട്, പിന്നെ ലക്സംബർഗിലേക്ക്. ഇവിടെ നിന്നും ഏകദേശം 220 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് 1-2 പാട്ട് കേട്ട് പോകാം. സ്ഥലം എത്തിക്കഴിഞ്ഞു. ഏഴ് ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ യൂറോപ്യൻ രാജ്യമാണ് ലക്സംബർഗ്. ഏരിയ 2600 കിലോമീറ്റർ സ്ക്വയറിൽ താഴെ. നെയ്ബറിംഗ് കൺട്രീസായ ഫ്രാൻസും ജർമ്മനിയും കാലാകാലങ്ങളിൽ ഇതിനെ കീഴടക്കിയിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 1945 ലക്സംബർഗ് തീർത്തും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. ലക്സംബർഗിൽ ചെല്ലുമ്പോൾ തരക്കേടില്ലാതെ മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ ഒരു സിറ്റി ടൂർ മാത്രമേ ഉള്ളൂ. ലക്സംബർഗിൻ്റെതായ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ലക്സംബർഗിൻ്റെ അൺഒഫീഷ്യൽ നാഷണൽ സിംബൽ എന്ന് വിളിക്കാവുന്ന പോണ്ട് അഡോൾഫ് അല്ലെങ്കിൽ അഡോൾഫ് ബ്രിഡ്ജ് ആണ് ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച് ബ്രിഡ്ജായിരുന്നു. 84 മീറ്റർ നീളമുള്ള ഈ ബ്രിഡ്ജ് ഡബിൾ ഡെക്ക്ഡാണ്. ഇതിന് മുകളിലൂടെ വാഹനങ്ങളും ട്രാമും എല്ലാം പോകും. അന്നത്തെ ഡ്യൂക്കായിരുന്ന ഡ്യൂക്ക് അഡോൾഫിന്റെ പേരിലാണ് ഈ ബ്രിഡ്ജ് അറിയപ്പെടുന്നത്. ലക്സംബർഗിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് സിറ്റി സ്കൈലൈനർ. മീറ്റർ ഹൈറ്റുള്ള ഈ സ്കൈ ലിഫ്റ്റ് ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ ഒരു 360 ഡിഗ്രി പനോറമിക് വ്യൂ, ലക്സംബർഗ് സിറ്റിയുടെ ഒരു പനോറമിക് വ്യൂ നൽകും. ടോപ്പിൽ 7 മിനിറ്റ്സ് ആണ് അത്രേ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ക്യൂ നിന്ന് കയറാനുള്ള സമയമുണ്ടായിരുന്നില്ല. ടിക്കറ്റ് ചാർജ് 10 യൂറോ മറ്റോ ആണ്. മോണുമെൻ്റ് ഓഫ് റിമംബറൻസ് ഒരു വാർ മെമ്മോറിയലാണ്. വേൾഡ് വാർ 1 and 2 അതുപോലെ കൊറിയൻ വാറിലും പങ്കെടുത്ത ലക്സംബർഗിയൻ സോൾജേഴ്സിൻ്റെ മെമ്മോറിയലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയറിൽ പണിത ഒരു വാർ മെമ്മോറിയലാണിത്. ലക്സംബർഗിലെ ഏക കത്തീഡ്രലാണിത്, നോത്തർദാം കത്തീഡ്രൽ. മദർ ഓഫ് ജീസസ് മേരിയെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്.
1613 പണി തുടങ്ങി റിനോവേഷനും എക്സ്പാൻഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം 1938 ഈ രൂപത്തിൽ കംപ്ലീറ്റ് ആകുന്നത്. ഗോത്തിക് ആർക്കിടെക്ചറിലാണ് പണിതിരിക്കുന്നത്. ലക്സംബർഗിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ഗ്രാൻഡ് ഡ്യൂക്ക്, ഡച്ചസ് ഇവരെല്ലാം മരണാനന്തരം അടക്കം ചെയ്യപ്പെടുന്നത് ഈ കത്തീഡ്രലിലാണ്. ലക്സംബർഗിൻ്റെ ഓൾഡ് ടൗണായ വില്ലെ ഹൗട്ട് ഭാഗമാണിത്. ഇവിടെ തന്നെയാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗ്രാൻഡ് ഡ്യൂക്കിൻ്റെ പാലസും. 60 പേരടങ്ങുന്ന പാർലമെൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10-13 പേരുള്ള ഒരു മിനിസ്ട്രിയും അതുപോലെ ഗ്രാൻഡ് ഡ്യൂക്കും ചേർന്നാണ് ഈ ഒരു കൊച്ചു കൺട്രിയുടെ ഭരണം നിർവഹിക്കുന്നത്. വളരെ സമ്പന്നമായ ഒരു രാഷ്ട്രമാണ് ലക്സംബർഗ്. ഇക്കോണമിയെ നിയന്ത്രിക്കുന്നത് ബാങ്കിങ് സെക്ടറാണ്. കാരണം മറ്റൊന്നല്ല, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇവിടെ. ഇതാണ് ഗ്രാൻഡ് ഡ്യൂക്കൽ പാലസ്, അതായത് ഗ്രാൻഡ് ഡ്യൂക്കിൻ്റെ ഓഫീസ് എന്ന് പറയാം. ഒപ്പം തന്നെ മെയിൻ സ്ട്രീം സ്റ്റോഴ്സും കഫേസും എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഗാർഡിംഗ് പോലീസിനെ കാണുന്നുണ്ട്. ഇത് ആർക്കിയോളജി ആൻഡ് ഹിസ്റ്ററി മ്യൂസിയം. ഇനി നാം പോകുന്നത് 17th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു കോർണിഷിലേക്കാണ്. കോർണിഷ് എന്ന് പറഞ്ഞ ഒരു പാത്വേ ആണ്. അവിടെ നിന്നുള്ള കാഴ്ച ഒന്ന് കണ്ടോളൂ. ഫ്രഞ്ചുകാരും സ്പെയിൻകാരും കൂടിയാണത്രേ 17th സെഞ്ച്വറിയിൽ ഈ കോർണിഷ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഷെമിൻ ദെ ലാ കോർണിഷ് എന്നാണ് അറിയപ്പെടുന്നത്. ദൂരെ കാണുന്നതാണ് അഡോൾഫ് ബ്രിഡ്ജ്. ആൽസെറ്റ് റിവറും താഴ്വാരവും അടങ്ങിയ ലക്സംബർഗിൻ്റെ ഓൾഡ് സിറ്റിയുടെ ഒരു മനോഹര കാഴ്ച ആസ്വദിച്ചോളൂ. ഈ കോർണിഷ് അന്ന് ലക്സംബർഗിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് വാളായിരുന്നത്രേ. ഇതോടുകൂടിയിട്ട് ഞങ്ങളുടെ ലക്സംബർഗ് സിറ്റി ടൂറ് അവസാനിക്കുകയാണ്. ലക്സംബർഗ് എത്തിയപ്പോൾ മുങ്ങിയതാണ് മകൾ യാച്ചു.
അവളുടെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇനി അടുത്തത് ജർമ്മനിയാണ്. അവിടെ വെച്ച് കാണാം. ബൈ.